ശശി തരൂർ MP വോട്ട് ചെയ്യാൻ തിരുവനന്തപുരം വഴുതക്കാട് വാർഡിലേക്ക് എത്തുന്നു. ഗവർണർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ഇപ്പോൾ ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. വഴുതക്കാട് വാർഡിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത്. കോർപ്പറേഷൻ തിരിച്ചുള്ള കണക്കുകൾ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. 3 ഇടത്തെ കണക്കുകൾ വരുമ്പോൾ അതിൽ തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്ത് 17.25%, കൊല്ലത്ത് 19.07%, കൊച്ചി 19.02 എന്നതാണ്. തിരുവനന്തപുരത്താണ് അല്പം കുറഞ്ഞ പോളിംഗ് ശതമാനം ഉള്ളത്. മറ്റ് രണ്ടിടത്തും 19% മുകളിലാണ്. 19.07 കൊല്ലത്ത്, കൊച്ചിയിൽ 19.02 എന്നുള്ളതാണ് 10:30 വരെയാകുമ്പോഴുള്ള കണക്ക്. നമ്മൾ കൊച്ചിയിലേക്കൊന്ന് പോകുന്നു. ലാൽ കൃഷ്ണനുണ്ട്. ലാൽ ഉള്ളത് മുണ്ടംവേലിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ ഇത്തവണ കോർപ്പറേഷനൊക്കെ പിടിക്കും, എന്ത് വില കൊടുത്തും എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് UDF. അവിടെ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം ഭേദപ്പെട്ടതുമാണ്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അനുജ, മുണ്ടംവേലിയിലാണ് നമ്മളുള്ളത്. മുണ്ടംവേലി ഈസ്റ്റ് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇത്. 68 നമ്പർ ഡിവിഷനാണ് കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. 2 ബൂത്തുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഈ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതിപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 4,36,684 വോട്ടർമാരാണ് കൊച്ചി കോർപ്പറേഷനിൽ മൊത്തത്തിലുള്ളത്. ഇതിൽ വോട്ടിംഗ് ശതമാനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ കൊച്ചി കോർപ്പറേഷനിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നത് എന്നുള്ളതും അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ഒരു തിരക്ക് നമുക്ക് പലയിടങ്ങളിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾ പോയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ നീണ്ട നിരയിലുള്ള ഒരു ക്യൂ നമ്മൾ കണ്ടതുമാണ്. അതേ ക്യൂ ഇപ്പോഴും തുടരുന്നുണ്ട് പലയിടങ്ങളിലും എന്നുള്ളതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നത്. ആളുകളുടെ ഒരു നീണ്ട നിര വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ എത്തുന്നു. കുഞ്ഞു വോട്ടർമാർ എത്തിയിട്ടുണ്ട്. ഹലോ, വോട്ട് ചെയ്യാമെന്നാണ് പേടിയാണ്. വോട്ടർമാരുടെ ഒരു നീണ്ട നിര നമുക്ക് പലയിടങ്ങളിലും പ്രകടമായി തന്നെ കാണുന്നുണ്ട്. ആ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ചേട്ടാ, നേരത്തെ എത്താൻ കഴിയാത്തത് കൊണ്ടാണ് അല്പം വൈകിപ്പോയോ? തിരക്കാളാണ് നിന്ന് വന്നാണ് തിരക്കിനിടെ ജോലി തിരക്കിനിടയിൽ നിന്ന് ഒന്നാണ്. നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന ഇവിടെ തന്നെയാണ്. അദ്ദേഹം അല്പസമയങ്ങൾക്കുള്ളിൽ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള തിരക്ക് പുറത്ത് വെയിലാണെങ്കിൽ പോലും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.